ഒനിയിലായിരുന്നു ഔട്ടായി പോകേണ്ടിയിരുന്നത്. പിന്നെ ജസ്റ്റ് മിസ്സാ. അടുത്ത ആഴ്ച പാക്ക് ചെയ്ത് വെച്ചോ. കാടാടി. അങ്ങനെ നമ്മുടെ ചന്തമസ്താനി പുറത്തു പോയപ്പോൾ പലരും അത് ആഘോഷിച്ചു. കാരണം ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും നാണം കെട്ട് ഓരോ പ്രേക്ഷകരും വളരെ സന്തോഷത്തോടെ കണ്ട ഒരു എവിക്ഷൻ എപ്പിസോഡ് അത് ഇന്നലത്തെ ആയിരിക്കും. അതിനുള്ള മെയിൻ റീസൺ നമ്മുടെ ചന്തമസ്താനിയാണ്. കാരണം വാ തുറന്ന ചന്ത വർത്താനം മാത്രമേ നമ്മുടെ മസ്താനി പറയത്തുള്ളൂ. ഊക്കെന്നൊക്കെ പറഞ്ഞാൽ എജ്ജാതി ഊക്കെന്ന് പറയും. നമ്മുടെ ലാലേട്ടൻ തുടങ്ങി അവസാനം എവിക്റ്റായി പോകുമ്പോൾ നമ്മുടെ ആര്യം വരെ ഒന്നൊന്നര ഊക്കായിരുന്നു. ഇതൊക്കെ പോരാഞ്ഞിട്ട് പുറത്ത് വന്നിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ ഒരു ലോഡ് ഊക്ക് വീണ്ടും വാരിക്കൂട്ടി. ഒരു 2 പെണ്ണ് കേസ്, മറ്റേ അറബിക്കല്യാണം, ബോയ് ഫ്രണ്ട്, ഗർഭിണിയായ ഭാര്യ, ഇതൊക്കെ വളരെ മാന്യമായ ഗോസിപ്പാണ്. പക്ഷെ എത്രയൊക്കെ ഊക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും അഹങ്കാരം അതിന് മാത്രം ഒരു കുറവുണ്ടാകത്തില്ല. ഒനിയിൽ ഞാൻ കാരണം ഒരു കോണ്ടന്റ് കിട്ടിയതാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്നത്. ഒനിയിലായിരുന്നു ഔട്ടായി പോകേണ്ടത്. എന്തൊക്കെ ബഹളായിരുന്നു. ആലിബിന്റെ ടേഷ്, ഒനിലിന്റെ പിടുത്തം, അറബിക്കല്യാണം, പിന്നെ അപ്പാനി പോകുമ്പോ കൈകൊട്ടാൽ ഇച്ചോതി ലെവലായിരുന്നു. ഇന്നലെ അവർ ആര്യനൊക്കെ തുള്ളി കളിക്കുമ്പോൾ പക്ഷെ അവസാനം നമ്മുടെ മസ്താനിക്ക് വീണ്ടും ചന്തയിലേക്ക് തന്നെ തിരിച്ചുകൊണ്ട അവസ്ഥ വന്നു. ഇനിയിപ്പോ സുഖമായിട്ട് അവനെ കുറിച്ചിട്ടും അവരുടെ കുടുംബത്തെ കുറിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ പറയാലോ. എനിക്ക് മീഡിയാസിനെ ഫേസ് ചെയ്യാൻ പേടിയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? എല്ലാ തോന്നലും മാറ്റുന്നതായിരുന്നു. എങ്കിലും വളരെ മനസ്സ് നിറഞ്ഞൊരു വിഷയം തന്നെയാണ് ഇന്നലെ മസ്താനിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഇനി കുറെ കരച്ചിൽ ഇങ്ങനെ പുറത്ത് കാണാൻ പറ്റും ഇന്റർവ്യൂ വഴിയും മറ്റേ വഴിയൊക്കെ.